ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ ചാർച്ചക്കാരും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാരും നീ എങ്ങനെ നടക്കുമെന്ന് അറിയണം, നിന്റെ ഭാവി എന്താകുമെന്ന് ചോദിക്കുമ്പം ദാണ്ട് ഇന്ന് പകൽ സ്വർഗീയ പിതാവ് നിന്റെ കയ്യെ പിടിച്ചു പറയുക, അവരുടെയൊക്കെ കണ്ണ് തള്ളുന്ന തരത്തിൽ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം, നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ തലമുറയുടെ വിവാഹം, നിനക്ക് വേണ്ടിയുള്ള വീട്, നിന്റെ ജോലി, നിനക്ക് വേണ്ടിയുള്ള സകലതും അവൻ കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ ആഴ്ചകളിൽ അസാധാരണമായ കരുതലുകൾ ചിലർ കാണാൻ പോകുകയാണ്. അസാധാരണമായ കരുതൽ നീ കാണാൻ പോവാണ്. നിനക്കറിയാത്ത ദേശമായ മെലീത്തയിൽ നീ ചെല്ലുമ്പോൾ നിന്നെ അറിയുന്ന ഉപ്പാപ്പനോ, നിന്നെ അറിയുന്ന അളിയനോ, നിന്നെ അറിയുന്ന നാത്തൂനോ, നിന്റെ കൂട്ടുകാരോ ചർച്ചക്കാരോ ആ മെലീത്തയുടെ ദേശത്തില്ലെങ്കിലും നീ ചെന്ന് കയറുമ്പോൾ അവിടെ വചനം എഴുതി വെക്കുന്നു, അവർ നിന്നോട് അസാധാരണ ദയ കാണിക്കും, അവർ നിനക്ക് വേണ്ടി അസാധാരണ ദയ കാണിക്കും. ഈ പകൽ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നവർ തൊട്ട് പുറകിൽ വരെ ഇരിക്കുന്നവർക്ക് വേണ്ടി unusual favor, അസാധാരണമായ extraordinary kindness, favor എന്റെ ദൈവം കരുതാൻ പോവുക. അത് നിനക്ക് വേണ്ടി, അത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, അത് നിന്റെ ജോലിക്ക് വേണ്ടി, അത് നിന്റെ ഭാവിക്ക് വേണ്ടി, അത് നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അയ്യോ, നാളെ ഞാൻ എന്ത് ചെയ്യും, അവിടെ പോയാൽ ആരെന്നെ സഹായിക്കും, ആരെയാ നീ ഭാരപ്പെടുന്നത്? നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നവൻ, നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവൻ, നിനക്ക് വേണ്ടി കരുതുന്നവൻ. ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. കെട്ടി കുരുക്കി വെച്ചിരിക്കുന്ന കുരുക്കുകളുടെ കുരുക്കുകൾ ഓരോന്ന് അഴിയുന്നത് പോലെ ഈ പകല് ചില വീടുകളുടെ മീതെ, ചിലരുടെ തലയ്ക്ക് മീതെ കെട്ടിവെച്ച കുരുക്കുകളെ ദൈവം അഴിച്ചു മാറ്റുകയും ചില മണിക്കൂറുകൾ കഴിയുന്നതിനകത്ത് ചിലർക്ക് വേണ്ടി അസാധാരണ വാതിലുകൾ. വയലിലെ റോസയ്ക്ക് വേണ്ടി, കാട്ടിലെ മൃഗങ്ങൾക്ക്, ആറ്റിലെ മത്സ്യങ്ങൾ, വയലിലെ റോസ, അവയ്ക്ക് വേണ്ടി കരുതുന്നുണ്ടെങ്കിൽ അവയുടെ ഒരു ഇതള് കൊഴിയുന്നത് അവൻ അറിയാതെ അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. മക്കളും പുത്രത്വവും ലഭിച്ച കുഞ്ഞുങ്ങളാ, പ്രിയപ്പെട്ടവരാ, ദൈവമക്കളെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നേ, നിനക്ക് വേണ്ടിയുള്ളത് മുഴുവനും അവൻ കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽ ഏതു ദേശത്ത് നീ കരഞ്ഞോ, ഏതു ദേശത്ത് നീ നിലവിളിച്ചോ, ഏത് ദേശത്ത് നിന്റെ ജീവിതം തീർന്നെന്ന് കരുതിയോ, അവിടെ നിന്നെ ദൈവം രാജകീയമായി നടത്തും.